ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താ രാവിലെ ടിഫിൻ ഉണ്ടാക്കണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വേഗം ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക, മിക്സിയിലടിക്കുക, അങ്ങനെ റവയ്ക്ക് മാതിരി ഒന്ന് മിക്സിയിലാക്കി എടുക്കുക. അത് കഴിഞ്ഞ് അത് കുറച്ച് നെയ്യിൽ വറുത്ത് വയ്ക്കുക. പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എണ്ണ 2-3 സ്പൂൺ ഒഴിച്ച്, 1 സ്പൂണ് കടുകും 1 സ്പൂണ് കടലപ്പരിപ്പ് 1 സ്പൂണ് ഉഴുന്നും കൂടെ ഇതിലേക്കിടുക. അതിന് ശേഷം കുറച്ച് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ശകലം ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ഇടുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കായം കൂടെ ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒക്കെ ഒന്ന് നല്ലോണം ഉള്ളി വഴറ്റി വരുന്ന വരേക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ അങ്ങനെ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഈ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തൊക്കെ ഒന്ന് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷമാണ് അരി ഇട്ടാൽ മതി. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വെന്ത് റെഡിയാവും. നമ്മളെ അരിക്ക് അധികം വേവില്ല, റവ മാതിരി ആയ കാരണം കൊണ്ട് അധികം വേവൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വെള്ളം തിളച്ചു, നമുക്ക് അരി ഇതിലേക്ക് ഇടുക. ഒക്കെ നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ചിരകി ഇടാം. അപ്പം അങ്ങനെ ഇത് മൂടി വെച്ചിട്ട് ഇനി ഇത് വെന്ത് വരട്ടെ, നമുക്ക് തേങ്ങ ചിരകി എടുക്കാം. അപ്പം അങ്ങനെ ഇത് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ ഇതും കൂടെ വെള്ളം വറ്റാൻ. അപ്പോൾ ഇനി തേങ്ങ ചെറിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി റവ ഉപ്പുമാവുമാതിരി തന്നെ നമ്മൾക്ക് അരി ഉപ്പുമാവ്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഒരു 5 മിനിറ്റ് സമയമാണ് വേണ്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഉപ്പുമാവ് റെഡിയാണ്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ, ബീൻസോ ക്യാരറ്റോ വേണമെങ്കിൽ അരിഞ്ഞിടുക കൂടെ ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഒരു ബ്ലാക്ക് ടീയും നമ്മളെ വാഴയിലയിൽ ആ ഉപ്പുമാവ് വിളമ്പിയിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.